ഹായ് എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുളി കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഹെയർ കെയർ റുട്ടീനാണ് ഞാൻ കാണിക്കാൻ പോകുന്നതൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് മുടിയൊക്കെ ഒന്ന് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചിക്കൊക്കെ വിടർത്തിയിട്ട് കാണിക്കാം. സോറി, വീഡിയോ എടുക്കുന്നവിടെ ഒന്ന് ചീപ്പ് ഒന്ന് താഴെ വീണതാട്ടോ. ജസ്റ്റ് പതിയെ ഞാൻ മുടിയുടെ ഉടക്ക് ജടയൊക്കെ കളയണുണ്ട്. ഉടക്ക് ഇല്ലെങ്കിൽ ജട ഇല്ലെങ്കിൽ ചിക്ക് എങ്ങനെയും പറയാം. ഒരിക്കലും കൂടി ഞാൻ മുടിയൊക്കെ ഒന്ന് ചീന്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും കുളി കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു റുട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. ചെറുതായിട്ടൊക്കെ മുടി കൊഴിയാറുണ്ട്. ഓക്കെ, ഇറ്റ്സ് വെരി നോർമൽ. അപ്പോൾ ഞാനിവിടെ കറിവേപ്പിലയുടെ എണ്ണ ഒന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു 2 തുള്ളി അത്ര എൻ്റെ മുടിക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് ഞാൻ മസാജ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഹെയർ ലെങ്ത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എണ്ണ എടുക്കാവുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പതിയെ ഇങ്ങനെ ജസ്റ്റ് ആ ഫ്രിസിനെസ്സൊക്കെ ഒന്ന് കുറയാൻ ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ പല രീതിയിലുള്ള എണ്ണ എൻ്റെ മുടിയിൽ പ്രയോഗം ചെയ്യാറുണ്ട്. മെയിനായിട്ട് ഞാൻ എൻ്റെ മുടിക്ക് ഉപയോഗിക്കുന്ന ഒരു നോർമൽ ആൻഡ് എപ്പോഴും ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് കറിവേപ്പില എന്ന് പറയുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ്. എന്താണെന്ന് വെച്ചാൽ സ്കൂളിൻ്റെ ടൈമിലൊക്കെ എൻ്റെ അമ്മ കറിവേപ്പിലയുടെ എണ്ണ ഒക്കെ കാച്ചി വയ്ക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 തവണ ആ ഒരു എണ്ണ വെച്ചാണ് മസാജ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മ നീറ്റായി എല്ലാം ഉടക്ക് കളഞ്ഞിട്ട് മസാജ് ചെയ്ത് തരും. അതോടെ കൂടി തന്നെ മെല്ലെ മെല്ലെയാണ് ഈ താളിയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ സ്കൂൾ ടൈമിൽ എൻ്റെ ഒരു മുടി എന്ന് പറയുന്നത് കുറച്ച് തിക്ക് ഉണ്ടായിരുന്നു. പിന്നെയാണ് പതിയെ പതിയെ അതൊരു തിൻ സ്റ്റേജിലോട്ട് എത്തിയത്. അപ്പോൾ എൻ്റെ മുടിക്ക് വർക്കൗട്ട് ആവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഒരുപാട് പ്രഷറൊന്നും കൊടുക്കാൻ പാടില്ല. എണ്ണ ഒക്കെ നിങ്ങളുടെ മുടിയിൽ ഫുള്ള് സ്പ്രെഡായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബ്രൈഡോ ഇല്ലെങ്കിൽ പോണി ടെയിലോ ഇല്ലെങ്കിൽ ബണ്ണായിട്ടോ കെട്ടി വയ്ക്കാവുന്നതാണ്. ഞാനിനി 5 മിനിറ്റോളം മസാജ് ചെയ്യുന്നുണ്ട് എൻ്റെ തലമുടിക്ക്. ഞാനിപ്പോൾ ചെറുതായിട്ടൊരു ക്ലിപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ചെറിയൊരു ക്ലിപ്പ്, എൻ്റെ മുടി ഒന്ന് ഷോർട്ട് ആയതുകൊണ്ട് ക്ലിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുടി സംരക്ഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയിട്ടാണ് ആക്സസറീസ് ഉപയോഗിക്കേണ്ടത്. ടൈറ്റായിട്ടുള്ള ക്ലിപ്സൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ടൈറ്റായിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ഇങ്ങനെയൊക്കെ. ഇവിടെ സ്കാൽപ്പ് കുറച്ച് ലൂസായി വിടുക. ഇവിടെ ബ്രീത്ത് ചെയ്യണം ഹെയർ ഫോളിക്കിൾസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ എണ്ണ തടവിയാലും ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താലും അത് നീറ്റായിട്ട് അത് അബ്സോർവ് ചെയ്യണം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ, എൻ്റെ വീഡിയോസിൽ പറയണ പോലെ എപ്പോഴും വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാനത് മാത്രം നിർത്താൻ പാടില്ല. അതായത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഈ വെള്ളം കുടി എന്ന് പറയുന്നത്. ധാരാളം വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്കൊരു എക്സ്ട്രാ സ്റ്റാമിന, എനർജിയൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ബൗള് സലാഡ് ഇല്ലെങ്കിൽ ജ്യൂസായിട്ടും എടുക്കാവുന്നതാണ്. അതായത് ഓറഞ്ച് ജ്യൂസ് എടുക്കാം, ആപ്പിൾ ജ്യൂസ് എടുക്കാം, ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് എടുക്കാം, ഇല്ലെങ്കിൽ വാട്ടർമെലൺ ജ്യൂസ്. അതായത് ലിക്വിഡ് കണ്ടൻറ്റ്, അതായത് ഒരുപാട് മുടിക്കും സ്കിന്നിനും ഹെൽപ്പ് ചെയ്യണ പോലെ നിങ്ങൾ ഡയറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പൊതുവെ നിങ്ങൾക്ക് വല്ല ഒരു ഡൗട്ടൊക്കെ തോന്നിയാൽ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാവുന്നതാണ്. ആ ജ്യൂസിൻ്റെ ബെനിഫിറ്റ്സൊക്കെ നോക്കി നിങ്ങൾക്ക് ഇൻടേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സലാഡായിട്ട് എടുക്കുമ്പോൾ ഇതിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്താറുണ്ട് അല്ലേ? പൊതുവെ ഈ ഇല കറികളൊക്കെ ആക്കിയിട്ട്, അതായത് ലെറ്റ്യൂസ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ? അങ്ങനെയും കഴിക്കാം. ഇല്ലെങ്കിൽ റോ വെജിറ്റബിൾസ് ഏതൊക്കെ കിട്ടുമോ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് എടുക്കുക. എടുത്തിട്ട് സലാഡായി കഴിക്കാവുന്നതാണ്. പിന്നെ ഞാൻ കുളിയുടെ മുമ്പ് ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഹെയർ പാക്ക് എടുത്തിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടതെന്നാണ് വിചാരിച്ചത്. ഈ ഒരു 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൽ ഒരുപാട് തവണ ഞാൻ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതും വെയിറ്റ് ചെയ്യുന്നതും ആ പ്രോസസ്സൊക്കെ ഞാൻ എപ്പോഴും കാണിച്ചിട്ടുണ്ട്. അതേ റിപ്പീറ്റ് ആവേണ്ടെന്നാണ് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഞാൻ എന്താ ഉപയോഗിച്ചത് എന്ന് വെച്ചാൽ, ഇന്ന് ഉലുവ കുതിർത്തിയത്, പിന്നെ കുറച്ച് വേപ്പില, നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ എടുക്കാം, അത് ചോയ്സാണ്. വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ. ഇതിലേതെങ്കിലും രണ്ടിലത്തെ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നല്ലോണം മിക്സിയിലിട്ട് അരച്ചെടുക്കുക ഈ പാക്ക്. അപ്പോൾ ഉലുവ കുറച്ച് കട്ടിയായിട്ടും എടുക്കാവുന്നതാണ്. അതൊക്കെ അരച്ചിട്ട് ജസ്റ്റ് സ്കാൽപ്പിലിവിടെ ഗ്യാപ്പിലൊക്കെ ഒന്ന് തടവിയിട്ട് ഒരു 20 മിനിറ്റ്സ് വിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്ലെയിൻ വാട്ടറിൽ കുളിച്ചെടുക്കാവുന്നതാണ്. ആ മുടിയിൽ നിന്നൊക്കെ ആ ഹെയർ പാക്ക് ഒന്ന്
ഒഴിഞ്ഞ് കിട്ടണം, വാഷ് ഔട്ട് ആവണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സ്കാൽപ്പിൽ ഒന്നും ഒട്ടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ പാക്കിൽ നിന്ന് നിങ്ങൾക്ക് ലിക്വിഡായിട്ടും അത് എടുക്കാവുന്നതാണ്, എക്സ്ട്രാക്റ്റായിട്ട്. പിന്നെ ഇങ്ങനെ മസാജ് ചെയ്ത് വിടുക. ഇപ്പോൾ ഹെയർ ഓയിൽ മസാജ് ചെയ്തല്ലോ, അതേപോലെ തന്നെ ഹെയർ പാക്ക് നന്നായി മസാജ് ചെയ്ത് ഒരു 20 മിനിറ്റ്സോളം വിട്ടിട്ട് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഉലുവയുടെ സ്മെല്ലൊന്നും പിടിച്ചില്ലെങ്കിൽ ലൈറ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന മൈൽഡ് ഷാമ്പു എടുത്ത് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് എപ്പോഴും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഷാമ്പു. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും, പിന്നെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഹെയർ കെയർ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ മുടി വളർച്ചയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് തന്നെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.